കൂട്ടുകാരെ, ഇന്ന് നമുക്ക് രണ്ടാടുകളുടെ കഥ കേട്ടാലോ? പണ്ടുപണ്ടൊരിടത്ത് ഒരു സുന്ദരമായ ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ധാരാളം മനുഷ്യരും മൃഗങ്ങളും വസിച്ചിരുന്നു. വളരെ സന്തോഷത്തോടെ അവർ ആ ഗ്രാമത്തിൽ കഴിഞ്ഞു. ഈ ഗ്രാമത്തിന് മധ്യത്തിലൂടെ ഒരു ചെറിയ നദി ഒഴുകുന്നുണ്ടായിരുന്നു. മനുഷ്യരും മൃഗങ്ങളുമെല്ലാം ഈ നദിയിലൂടെ നടന്നായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തിൽ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടാവുകയും നദികളെല്ലാം കരകവിഞ്ഞൊഴുകാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ വെള്ളപ്പൊക്കത്തിനു ശേഷം ചെറിയ നദിയിൽ ക്രമാതീതമായി വെള്ളം കൂടി വന്നു. ഇതുകാരണം മനുഷ്യർക്കും മൃഗങ്ങൾക്കും കാൽനടയായി നദി മുറിച്ചുകടക്കാൻ പറ്റാതെയായി. ഇതോടെ ഗ്രാമത്തിലുള്ളവർക്ക് പരസ്പരം കാണുന്നതിനും സാധനങ്ങൾ കൊണ്ടുപോകാനും കഴിയാതെയായി. അവിടെയുള്ളവർ വളരെയധികം യാത്രാക്ലേശം അനുഭവിക്കാൻ തുടങ്ങി. ഇതൊഴിവാക്കാനായി അവർ വളരെയധികം ബുദ്ധിമുട്ടി നദിയിലൂടെ ഒരു ചെറിയ പാലം പണിതു. എന്നാൽ അത് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം പോകാൻ കഴിയുന്ന വളരെ ചെറിയൊരു പാലമായിരുന്നു. അതുകൊണ്ടുതന്നെ ഒരു സമയം ഒരാൾ മാത്രമേ ആ പാലത്തിലൂടെ കടന്നുപോയിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം രണ്ടു വശത്തുനിന്നുമായി രണ്ടാടുകൾ ആ പാലത്തിലൂടെ കടന്നുവരാനിടയായി. പാലത്തിന്റെ മധ്യത്തിലെത്തിയപ്പോഴാണ് അവർ പരസ്പരം കണ്ടത്. എന്നാൽ അവരിരുവരും തിരിച്ചുപോകാൻ തയ്യാറായില്ല. മറിച്ച് പാലത്തിന്റെ മധ്യത്തിൽ നിന്നും പരസ്പരം തർക്കിച്ചു. ആദ്യത്തെ ആട് രണ്ടാമത്തെ ആടിനോട് പറഞ്ഞു, "ഞാനാണ് ആദ്യം പാലത്തിൽ കയറിയത്. ശ്രദ്ധിക്കാതെ കടന്നുവന്നത് നീയാണ്. അതുകൊണ്ട് നീ തിരിച്ചുപോകണം. ഞാൻ കടന്നുപോയതിനു ശേഷം നിനക്ക് പോകാം." എന്നാൽ രണ്ടാമത്തെ ആടിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആദ്യത്തെ ആടിനോട് പറഞ്ഞു, "നീ പറഞ്ഞത് കളവാണ്. ഞാനാണ് ആദ്യം പാലത്തിൽ കയറിയത്. അതുമാത്രമല്ല, എനിക്ക് നിന്നേക്കാൾ പ്രായക്കൂടുതലുണ്ട്. അതുകൊണ്ട് നീ തിരിച്ചു പോകുക. ഞാൻ കടന്നുപോയതിനു ശേഷം നീ പോകുന്നതാണ് ഉചിതം." എന്നാൽ രണ്ടാമത്തെ ആടിന് ആദ്യത്തെ ആടിന്റെ തീരുമാനവും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ തമ്മിൽ പാലത്തിന്റെ നടുക്കുനിന്ന് അടിവയ്ക്കാൻ തുടങ്ങി. ഒരാൾക്ക് മാത്രം ഒരു സമയം പോകാൻ കഴിയുന്ന വീതി മാത്രമുണ്ടായിരുന്ന പാലത്തിൽ നിന്നും അടിവച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അവർ ഓർമ്മിച്ചില്ല. തിരിച്ചു പോകാനുള്ള മടിയും പരസ്പരം തോറ്റുകൊടുക്കാതിരിക്കാനുള്ള വാശിയും മാത്രമായിരുന്നു അവർ ഇരുവരുടെ മനസ്സിൽ. അവരുടെ ആ വാശി കാരണം അധികം വൈകാതെ രണ്ടുപേരും പാലത്തിൽ നിന്നും താഴേക്കു വീണു നദിയിലൂടെ ഒഴുകിപ്പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അതേ പാലത്തിലൂടെ വീണ്ടും രണ്ടാടുകൾ വരാനിടയായി. ആ ആടുകളും പരസ്പരം കണ്ടത് പാലത്തിന്റെ മധ്യത്ത് വെച്ചായിരുന്നു. രണ്ടാടുകളും പരസ്പരം നോക്കി. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും തിരികെ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കടന്നുപോകുന്നതിനെക്കുറിച്ച് അവർ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. എന്നാൽ ഉടൻ തന്നെ ഒരാട് പാലത്തിൽ നിന്നും താഴെയെത്തി നോക്കി. എന്നിട്ട് മറ്റേ ആടിനോട് പറഞ്ഞു, "സുഹൃത്തേ, നമ്മളിങ്ങനെ പാലത്തിന്റെ മധ്യത്തിൽ നിന്നും കലഹിക്കുകയാണെങ്കിൽ നമ്മൾ ഇരുവരും താഴേക്ക് വീഴുകയും നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ കിടക്കാം. നീ എന്നെ ചവിട്ടിക്കൊണ്ട് മുന്നോട്ടു പോകൂ. അതാവുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരേ സമയം പാലവും കടക്കാം, തിരിച്ചും പോകേണ്ടി വരില്ല. മാത്രമല്ല, സമയവും ലാഭിക്കാം." ഇത് പറഞ്ഞ് ആ ആട് പാലത്തിന്റെ മധ്യത്തിൽ കിടന്നു. ഉടൻ തന്നെ മറ്റേ ആട് ഈ ആടിന്റെ പുറത്ത് ചവിട്ടി മുന്നോട്ടുപോയി. ആ ആട് പോയതും പാലത്തിൽ കിടന്ന ആടും എണീറ്റുപോയി. അങ്ങനെ പാലത്തിന്റെ മധ്യത്തിൽ നിന്നും കലഹിച്ച് സമയവും ജീവനും നഷ്ടപ്പെടുത്താതെ രണ്ടാമത് വന്ന ആടുകൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതിനാൽ അവർക്ക് രണ്ടുപേർക്കും ഒരേ സമയം പാലം കടക്കാനായി.